ഞാൻ അമ്മയെ കൊന്നു, എനിക്കിനി അച്ഛനെയും കൂടി കൊല്ലണം. ലഹരിയുടെ വിഭ്രാന്തിയിൽ സ്വന്തം പെറ്റമ്മയുടെ കഴുത്തറത്ത ശേഷം കൂസലില്ലാതെ ക്രിസ്റ്റി പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് നടുങ്ങിയിരിക്കുകയാണ് താന്നിക്കുന്നിലെ ഗ്രാമവാസികൾ. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗമായ ഗീതമ്മയെ മകൻ ക്രിസ്റ്റി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അത്യന്തം ഭീതിജനകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. കൊലപാതകത്തിന് ശേഷം ചോര പുരണ്ട വസ്ത്രങ്ങളുമായി സ്റ്റേഷനിലെത്തിയ ക്രിസ്റ്റിയുടെ മൊഴിയും അയൽവാസിയുടെ വെളിപ്പെടുത്തലുകളും ലഹരി ഒരു മനുഷ്യനെ എത്രത്തോളം മൃഗമാക്കുമെന്നതിന്റെ തെളിവായി മാറുന്നു. വെള്ളിയാഴ്ച രാത്രി 10:30-യോടെയാണ് കൊളക്കാട് താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മ ദാരുണമായി കൊല്ലപ്പെടുന്നത്. കൃത്യം നടത്തിയ ശേഷം ഒട്ടും ഭയമില്ലാതെ വീടിന് പുറത്തിറങ്ങിയ ക്രിസ്റ്റി അയൽവാസിയായ നിപുനോട് ലിഫ്റ്റ് ചോദിക്കുകയായിരുന്നു. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാമോ? ഞാൻ അമ്മയെ കൊന്നു എന്ന് ക്രിസ്റ്റി പറഞ്ഞപ്പോൾ ആദ്യം തമാശയാണെന്നാണ് നിപുൻ കരുതിയത്. എന്നാൽ ക്രിസ്റ്റിയുടെ കൈകളിലെ ചോരപ്പാടുകളും വസ്ത്രത്തിലെ ചോരമണവും കണ്ട് നിപുൻ നടുങ്ങി. യാത്രക്കിടയിൽ അച്ഛൻ തങ്കച്ചനെയും വകവരുത്തണമെന്നും തന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണെന്നും ക്രിസ്റ്റി ആക്രോശിച്ചതായി നിപുൻ പോലീസിന് മൊഴി നൽകി. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി അവിടെ വച്ചാണ് മാരകമായ ലഹരി മരുന്നുകൾക്ക് അടിമയായത്. ലഹരിയുടെ ഉപയോഗം കൂടിയതോടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. മകനെ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഗീതമ്മയും കുടുംബവും കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ ലഹരി വാങ്ങാൻ പണം ചോദിച്ചുള്ള തർക്കങ്ങൾ വീട്ടിൽ നിത്യസംഭവമായി. മകനെ നേരായ വഴിക്ക് നടത്താൻ അമ്മ നൽകിയ ഉപദേശങ്ങൾ ക്രിസ്റ്റിക്ക് തീരാ പകയായി മാറുകയായിരുന്നു. നാട്ടുകാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം സംസാരിക്കുന്ന പ്രിയപ്പെട്ടവളായിരുന്നു ഗീതമ്മ. കുടുംബത്തിന് താങ്ങായി മൊണാലിസ എന്ന പേരിൽ ബ്യൂട്ടി പാർലറും തയ്യൽ കേന്ദ്രവും നടത്തി വന്നു. ഏക മകനെ നല്ല നിലയിലെത്തിക്കാൻ കാണാത്ത വഴിപാടുകളില്ല. മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ട ശേഷം ക്രിസ്റ്റിയെ മാറ്റിയെടുക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു അവർ. എന്നാൽ അമ്മയുടെ ആ സ്നേഹവും കരുതലും ഒടുവിൽ ചോരയിൽ മുങ്ങി അവസാനിച്ചു. കൊലപാതകം നടക്കുമ്പോൾ ഗീതമ്മയുടെ ഭർത്താവ് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്ന ഗീതമ്മയെ കിടപ്പുമുറിയിൽ വെച്ചാണ് ക്രിസ്റ്റി കഴുത്തറുത്തത്. യാതൊരു ഭാവമാറ്റവുമില്ലാതെയാണ് ക്രിസ്റ്റി കേളകം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. പേരാവൂർ DYSP ചന്ദ്രമോഹൻ, കേളകം SHO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം ക്രിസ്റ്റിക്ക് മേൽ എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. ലഹരി മൂത്തപ്പോഴുണ്ടായ വിഭ്രാന്തിയിലാണോ അതോ വ്യക്തമായ ആസൂത്രണത്തോടെയാണോ കൊലപാതകം എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.